എനിക്ക് ഫസ്റ്റ് ലൈഫ് പോയി, സെക്കൻഡ് ലൈഫ് കുറച്ച് വർഷം മുമ്പ് ഞാൻ തിരഞ്ഞെടുത്തത് ആ ഒരു ബാധ്യതയാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. കാരണം ആ ഒരു ലൈഫിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഒരു പുള്ളി എന്റെ തലയിൽ ഏറ്റിട്ട് പുള്ളി വേറെ ലൈഫിലോട്ട് പോയി. 1.5 മാസം ഞാൻ കഴിഞ്ഞ് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു സമയം. പക്ഷേ എല്ലാ സ്ത്രീകളും ഇപ്പോൾ അറിയേണ്ടത് നമുക്ക് ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും ഒന്നും തരില്ല. നമ്മൾ തന്നെ ഉയർത്തെഴുന്നേൽക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന എല്ലാ മലയാളി പ്രേക്ഷകരോടും, കാരണം ഈ 1.5 മാസത്തിന് ശേഷം ഞാൻ ഒരു കട, 2 കട, 3 കടയായിട്ട് ഞാൻ തന്നെ എനിക്കെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, ഞാൻ തന്നെ ഇത് തുറന്നു. ഇതിപ്പം എനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ പറ്റി വെച്ചത് എല്ലാ കടങ്ങളും ഞാൻ ഏകദേശം വീട്ടിൽ 4 ലക്ഷം രൂപയുടെ ഗോൾഡ് പണയത്തിരുന്നത് ഈ സമയത്ത് ഞാൻ ഈ തട്ടുകട കൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചെടുത്തത്. ഞാനെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഞാനൊരു സ്കൂൾ ടീച്ചർ കൂടിയായിരുന്നു. എൻ്റെ കോട്ടയം സ്കൂളിൽ പ്രീ പ്രൈമറി പഠിച്ചിട്ട് ഞാൻ ഒരു ശാന്തിനികേതൻ സ്കൂളിൽ 5 വർഷം ടീച്ചറായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഒറ്റയ്ക്കായ സമയത്ത് ഞാൻ TTC പഠിച്ചു ഫസ്റ്റ് ലൈഫിൽ. സെക്കൻഡ് ലൈഫിൽ ഞാൻ തട്ടുകട തുടങ്ങി പിന്നെ വീണ്ടും ഞാൻ ഈ ഫ്ലോർ അങ്ങനെയല്ല പറയുന്നത്. ഫസ്റ്റ് ലൈഫ് കഴിഞ്ഞപ്പോൾ TTC പഠിച്ചു, സെക്കൻഡ് ലൈഫ് കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ പഠിച്ചു. ഇന്ന് നമുക്കൊരു സെക്കൻഡ് ലൈഫ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. സെക്കൻഡ് ആക്കി കാണും. എത്ര നോക്കിയാൽ കുറച്ച് വിരലെണ്ണ മാത്രം കാണും ഒരു ആത്മാർത്ഥതയുള്ളത്. അപ്പോൾ നമുക്ക് ലൈഫിൽ നമ്മുടെ മക്കളാണ് ഏറ്റവും വലുതെങ്കിൽ അത് മാത്രമായിട്ട് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ഇതുപോലെ 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇനിയും പൊയ്ക്കൊണ്ടേയിരിക്കും. അതിനിട വരുത്താതെ അമ്മമാര് മക്കൾക്ക് വേണ്ടി ജീവിക്കാം. ഞാനിപ്പോൾ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കണം. എന്തിനാണ് നമ്മൾ ലൈഫിൽ വന്ന് രണ്ടാമത് കയറുന്ന ഒരുത്തരെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് വെച്ച് നമ്മളെ മക്കൾ എന്തിനും നമ്മൾക്ക് കൊടുക്കണം ഇല്ലേ? നമ്മൾ എന്തിനും നമ്മൾ എവിടെന്നോ വന്ന് കയറുന്ന ഒരാളുടെ കയ്യിൽ കൊടുത്ത് അവർ ഈ ഭൂമിയിൽ നിന്ന് തുടങ്ങി ഒന്ന് ചിന്തിച്ച് നോക്ക്. എനിക്കതൊന്നും ചിന്തിക്കാൻ വയ്യ. 2 ദിവസം ഞാൻ കഴിഞ്ഞ എന്റെ ഭഗവാനെ ഞാനൊരു 2 പേര് അനുഭവിച്ച സത്യം ഞാൻ ലൈഫിൽ ജീവിച്ചു. അതെന്റെ മക്കൾക്ക് ഞാൻ വരുത്തില്ല. എന്റെ കൂടെ വന്ന അയാൾ ശരിയെല്ലാം തോന്നി പറഞ്ഞു വിട്ടു. അവിടെ എന്റെ മക്കളുടെ സേഫ്റ്റി ഞാൻ നോക്കി. അതുകൊണ്ട് എന്റെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കും. ഹലോ മുത്തുമണികളെ, ഈ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്ന ഒരു വീഡിയോ ആണ്. അത് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ അയച്ചു തന്നത് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതില് ആ സ്ത്രീ പറയുന്ന ചില കാര്യങ്ങൾ അച്ചട്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീ സമൂഹം മനസ്സിലാക്കേണ്ടുന്നതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ആ സ്ത്രീ പറയുന്നുണ്ട്. അവര് ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വിവാഹ ജീവിതത്തില് നിന്നും വേർപെട്ടതിന് ശേഷം അവർ രണ്ടാമതൊരു ലൈഫ് തിരഞ്ഞെടുക്കുന്നു. ആ രണ്ടാമത് തിരഞ്ഞെടുത്ത ലൈഫ് എന്ന് പറയുന്നത്, ലൈഫിലെ പുള്ളിക്കാരൻ ഇവർക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു. ഞാൻ ആ ആദ്യത്തെ ബന്ധം കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചിരുന്നു എങ്കിൽ എനിക്ക് ഇത്രയും വലിയൊരു ബാധ്യത എനിക്ക് ചുമക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു. അവർ ചിന്തിച്ചത് എനിക്കൊരു ആൺതുണയുമായി എൻ്റെ മക്കൾക്ക് ഒരു അച്ഛനുമായി എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടാമതൊരു പുള്ളിക്കാരനെ അവർ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടി. 100-ൽ 1% ആളുകൾ ചിലപ്പോൾ നല്ലവരായിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു സ്ത്രീ അവർ ബാധ്യതയിലാവുകയാണ്. അതായത് ആദ്യത്തെ ബന്ധത്തിൽ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ ആയി കഴിഞ്ഞാൽ ആ സ്ത്രീ എന്ന് പറയുന്നത് ബാധ്യതയുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ബാധ്യതയുള്ള ഒരു സ്ത്രീക്ക് ജീവിതം കൊടുക്കണമെങ്കിൽ അയാൾ ഒന്നുകിൽ ഭയങ്കര നല്ല മനുഷ്യനായിരിക്കണം, നന്മയുള്ള ഒരു മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ഒരു നമ്പർ 1 ഫ്രോഡായിരിക്കണം. കാരണം ലോകത്ത് ഇത്രയും അധികം ആളുകൾ ജീവിക്കുന്നിടത്ത് മക്കളുള്ള സ്ത്രീകളെ തന്നെ ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി അയാൾ തിരഞ്ഞെടുത്തു എങ്കിൽ ഒന്നുകിൽ അയാൾ നല്ല മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ അയാൾ പക്ക ഫ്രോഡായിരിക്കണം. എന്തായാലും ഈ സ്ത്രീയെ രണ്ടാമത് ചൂസ് ചെയ്ത ആ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ശരിക്കും നല്ല നമ്പർ 1 ഫ്രോഡായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര മെന്റലി ഭയങ്കര അപ്സെറ്റ് ആയി പോയി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡ് ഒരു വയ്യായികയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത്, ഇനിയൊരു വേദന എനിക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ആ ഒരു വേദന, നമ്മുടെ ഇണയുടെ വേർപാട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമാണ്. ഒരു ജീവിതത്തിൽ ഇരുന്നിട്ട് അത്തരത്തിൽ ഒരു വേർപെട്ട് പോയ ഇണ ഉള്ള ഒരു സ്ത്രീ രണ്ടാമതൊരു ജീവിതം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആലോചിക്കും. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവർക്ക് വിഷമം താങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഹസ്ബൻഡ് കൊടുത്തിട്ടുള്ള അതേ സ്നേഹം കൊടുക്കാൻ കഴിവുള്ള ഒരു ആളായിരിക്കണം രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത്. അപ്പൊ എനിവേ ഈ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര നമ്മളെ ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. അവര് രണ്ടാമത്തെ ജീവിതം ഫ്ലോപ്പായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആകെ നിരാശയിലും ഭയങ്കര ജീവിതം അവിടെ വെച്ച് തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ നിന്നാണ് വീണ്ടും അവര് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന ഒരു ഫാക്ട് കൂടി ഇതാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിന് വയ്യ എന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് ഞാൻ എൻ്റെ 5 കുഞ്ഞുങ്ങളെയും എൻ്റെ ഗർഭാവസ്ഥയും ഒറ്റയ്ക്ക് ചുമന്നു, ഒറ്റയ്ക്ക് ഞാൻ അവരെ പോറ്റാൻ വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെട്ടു എന്ന് ഞാൻ
പറയുന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു ഞാൻ പറയുന്നു എന്നുള്ളതാണ് ഒരുപാട് പേരെ ചൊടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. ശരിക്കും ഞാൻ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതായത് ജീവിതത്തിൽ ഒന്നുമില്ലാതാകുന്ന ആ ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് എവിടെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരാണുള്ളത്. അത് അന്യന്റെ ഭർത്താവായിരുന്നാലും സാരമില്ല, അന്യായ ഒരു സ്ത്രീയുടെ ഭർത്താവായിരുന്നാലും സാരമില്ല, എനിക്ക് ജീവിതം തന്നാൽ മതി. അവിടെ ആ സ്ത്രീ വേദനിക്കുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് ഒരു വിഷയമേ അല്ല. എനിക്കും എൻ്റെ മക്കൾക്കും ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും. അഹോ, അവളുടെ മക്കളെ അവൾ പോറ്റാൻ അവൾ ബാധ്യസ്ഥയാണ്. യെസ്, എക്സാക്ട്, ഞാൻ ബാധ്യസ്ഥയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു വയ്യായിക നേരിട്ട സമയത്ത് ഞാൻ പുതിയ ജീവിതം തേടിയല്ല പോയത്. അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത് എന്നാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പലരും കളിയാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നീ നിന്റെ ദാരിദ്ര്യം തന്നെയല്ലേ നീ ഇവിടെ വന്ന് പറയുന്നത്, അത് നിനക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരിക്കലുമല്ല. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് ഇതിൽ നിന്നും നമുക്ക് വരുമാനം കൊയ്യാം. സർക്കാർ ജോലിക്കാരെ പോലെ തന്നെ നമുക്ക് വരുമാനം കൊയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മീഡിയയായ യൂട്യൂബ് മീഡിയ ഉപയോഗിക്കുമ്പോൾ തയ്യലിൽ ഇത്രയും നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്ന, തയ്യൽ ജോലി കരസ്ഥമാക്കിയിരിക്കുന്ന ഞാൻ തെണ്ടി എന്നാണ് അവർ പറയുന്നത്. ഇവിടെ എന്നല്ല, ഒരു സ്ഥലത്തും അവർക്ക് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒരു സ്ത്രീ ജീവിതത്തിൽ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായ കാര്യമാണ്. ആ ഒരു ഒറ്റപ്പെടലില് നേരെ മറ്റൊരാളുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതം തട്ടിയെടുക്കാനോ അല്ല ശ്രമിക്കേണ്ടതെന്നും സ്വന്തമായി ജീവിതം കരുത്തോടുകൂടി നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം ഇൻസ്പയർ ആക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് അയ്യോ അവള് ദാരിദ്ര്യം പറയുന്നേ, നാട്ടുകാരുടെ സഹതാപം പറ്റി അവരുടെ കയ്യിൽ നിന്നും പണം തട്ടാനായിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നേർക്ക് ഒരാൾ പൈസ വെച്ച് നീട്ടാൻ അറയ്ക്കും. ഇതാ നിങ്ങളിത് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞ് അവർ എൻ്റെ നേർക്ക് പൈസ വെച്ച് നീട്ടാൻ വേണ്ടിയിട്ടൊന്ന് അറയ്ക്കും. അവർക്ക് ഇഷ്ടപ്പെടുമോ? അവർ അഭിമാനിയായ സ്ത്രീയാണ്. ദുരഭിമാനിയല്ല, ഒരു അഭിമാനിയായ സ്ത്രീയാണ്. അവരുടെ നേർക്ക് ഞാൻ ഈ പൈസ വെച്ച് നീട്ടിയാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ചുറ്റിനുമുള്ളത്. എൻ്റെ സൗഹൃദങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് ഷെഫീനയിത്ത എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അവര് പോലും പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മോളെ, പക്ഷെ നിന്നെ എനിക്ക് പേടിയാണ് മോളെ, നീ എന്നെ എന്തെങ്കിലും പറഞ്ഞാലോ. അവരോട് ചോദിച്ചു നോക്ക്. ഞാൻ വാങ്ങില്ല ഇത്താന്ന് എന്നെയാണ് പറഞ്ഞത്. ഇത്ത എനിക്ക് വെച്ച് നീട്ടണ്ട, ഞാൻ വാങ്ങില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ പണം മോഹിച്ച് ജീവിക്കുന്നവൾ എന്ന് നിങ്ങൾ എനിക്ക് എത്ര മുദ്ര കുത്തിയാലും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഇൻസ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, ജീവിതത്തിൽ വീഴ്ചകൾ പറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ സമയത്ത് അന്യൻ്റെ ഭർത്താവിനെ തേടി പോവുകയല്ല വേണ്ടതെന്നും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി സേഫായിട്ട് നമ്മുടെ വീട്ടിൽ അവർ ജീവിക്കും എന്നുള്ളതാണ്. ഇനി എനിക്ക് ചുറ്റിനും ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റിനും ഇങ്ങനെ കൂടിയിരിക്കുന്നു. അവർക്ക് ഞാൻ എന്തോ ഭിക്ഷയായിട്ട് ഇട്ട് കൊടുക്കുന്നു, അതുകൊണ്ടാണ് അവര് എൻ്റെ പിന്നാലെ എനിക്ക് കമന്റുകൾ ഇട്ടുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്ന. അതെ, ഞാൻ ഭിക്ഷയായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അത് ഭിക്ഷയല്ല, എൻ്റെ ഉള്ളിലെ സ്നേഹമാണ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ സ്നേഹം അവർ എനിക്ക് അതേ ഡെപ്തിൽ എനിക്കത് തിരിച്ചു തരുന്നുണ്ട്. അവർക്കറിയാം ഞാൻ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ അവരും എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് 1 വർഷമായിട്ടും എൻ്റെ കൂടെ കൂടിയ ആ സുഹൃത്തുക്കൾ ഇന്നും എൻ്റെ കൂടെ തന്നെ ഉള്ളത്. ഇന്നും അതിൽ കൂടുതൽ ആൾക്കാർ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഗപ്പിക്കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുണ്ട് മുത്തുമണീസെ. അതാണ് ഭയങ്കര രസം എന്ന് പറയണം. അതായത് ഞാൻ എച്ചിലിട്ട് കൊടുത്തുകൊണ്ട്, അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള എച്ചിൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള എച്ചിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. ജീവിതം ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഞാൻ പിടിച്ചെടുത്തതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്.
എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പിടിച്ചെടുത്തതാണ് ഒറ്റയ്ക്ക്. 2 കുഞ്ഞുങ്ങൾ മാത്രമുള്ള സ്ത്രീകൾ പോലും അവരുടെ ഭർത്താവ് ഒന്ന് മരണപ്പെട്ടാലോ ഒരു ആക്സിഡന്റ് പറ്റിയാലോ നേരെ പോകുന്നത് എൻ്റെ കുടുംബത്തെ പോറ്റാൻ കെൽപ്പുള്ള ആണുങ്ങൾ എവിടെയാണുള്ളത്, അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാം എന്ന് കരുതി നടക്കുന്ന ആൾക്കാരാണ്. അയാള് അടുത്ത വീട്ടിലെ അടുത്ത സ്ത്രീയുടെ ഭർത്താവാണെങ്കിൽ പോലും സാരമില്ല, വന്നേ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിക്കുന്ന ദാമമാര് ഞാൻ 8 ജീവിതങ്ങളെ പോറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് വെപ്രാളമാകുന്നു അത്രേ. എല്ലാവരും അവരവരുടെ കുടുംബം അവരവർ തന്നെയാണ് പോറ്റുന്നത്. ഞാൻ എൻ്റെ കുടുംബം ഞാൻ പോറ്റി എന്നാണ് പറയുന്നത്. എൻ്റെ ഭർത്താവിനെയും 5 മക്കളെയും എൻ്റെ ഗർഭാവസ്ഥയും ആരുടെ സഹായമില്ലാതെ ഞാൻ പോറ്റി എന്നാണ് പറയുന്നത്. ഞാൻ ഈ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഇല്ലായ്മ വന്നാലോ അല്ലെങ്കിൽ നമുക്കൊരു വയ്യായിക വന്നാലോ ഓടിച്ചെന്ന് ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചും കൊണ്ട് അയ്യോ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറ്റി, എൻ്റെ ഭർത്താവ് 5-8 ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇവർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, എൻ്റെ അധികാര പരിധിയിൽ എൻ്റെ അവകാശ പരിധിയിൽ പെട്ടവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തന്ന് സഹായിക്കണം. ഞാൻ ഇങ്ങനെ ഒരു ആഡംബര ജീവിതം നയിച്ചപ്പോൾ എനിക്ക് എൻ്റെ വീട് ജപ്തിയായി, എൻ്റെ വീട്ടിലെ കക്കൂസ് പൊളിഞ്ഞു പോയി, അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ലടേ, ഞാൻ വരില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ വീഴ്ചയിൽ നിന്നും ചവിട്ടി കയറിയതിന് ശേഷം ഞാൻ പറയും ഞാൻ വീണുപോയി, ഞാൻ വീണുപോയ സ്ഥലത്ത് നിന്ന് ഞാൻ ചവിട്ടി കയറി എഴുന്നേറ്റ് വന്നു, എനിക്കത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും, നിങ്ങൾക്കും അത് സാധിക്കും. അയ്യോ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാർക്ക് ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും നാട്ടുകാരിങ്ങനെ ഉറ്റുനോക്കും, അനാവശ്യം പറയും, അതുകൊണ്ട് ഞാൻ അന്യൻ്റെ ഭർത്താവിനെ വിളിച്ച് വീട്ടിൽ കയറ്റി കളയാമെന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടാകാം. പക്ഷെ അതിലും വലുതാണ് കഠിനാധ്വാനം ചെയ്ത് മക്കളെ പോറ്റാൻ തയ്യാറാകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുള്ള സമൂഹമാണ് നമ്മുടേത്. അത് ഞാൻ പബ്ലിക്കിൽ പറയുന്നു എന്ന് പറഞ്ഞും കൊണ്ട് എന്നെ പരിഹസിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവരവരുടെ ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു പാഠമാണ് അവരത് പറയുമ്പോൾ അവർ വിങ്ങി പൊട്ടുന്നുണ്ട്. അവരെന്തേ നാട്ടുകാരോട് സിമ്പതി ചോദിക്കണം? അവരവരുടെ ജീവിത കഥയാണ് പറയുന്നത്. അതുപോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നും അത് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കും, എൻ്റെ ജീവൻ ഇങ്ങനെ പിടയ്ക്കും, എൻ്റെ ജീവിതം ഇങ്ങനെ പിടയ്ക്കും. ഞാൻ വഴിയിൽ ഇങ്ങനെ ഒരു അനാഥയെ പോലെ വഴിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ആ ഒരു സന്ദർഭം അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനും പിടയ്ക്കും. ഇന്നും ഞാൻ പിടയ്ക്കും. ഞാനിങ്ങനെ ആലോചിക്കും, ഇന്ന് ഈ സംസാരിക്കുന്ന ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവറായി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി ഞാൻ നേടിയെടുത്തതെന്ന് ഞാൻ എന്നെ ഇങ്ങനെ ചിന്തിക്കും. എത്രയോ ആൾക്കാർ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കള്ളനെയും ആഭാസനെയും വിശ്വസിച്ച് തൻ്റെ ജീവിതവും തൻ്റെ മക്കളുടെ ജീവിതവും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ജീവിക്കാൻ സാധിക്കുമിടെ. ഒരു വീട്ടിൽ ചെന്ന് അവിടെ പുല്ല് പറിച്ചിട്ടാലും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളും നമ്മളുടെ മക്കളും സുഖമായിട്ട് മറ്റൊരാളുടെ എച്ചില് തിന്നാതെ അല്ലെങ്കിൽ മറ്റൊരാളെ ഭയന്ന് അയാൾ നമ്മളെ എന്താണ് ചെയ്യാൻ നെക്സ്റ്റ് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും ഭയന്ന് സ്വന്തം വീടിനുള്ളിൽ ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ കിട്ടുന്നത് 1 രൂപയാണെങ്കിൽ ആ 1 രൂപ കൊണ്ട് കഞ്ഞി വാങ്ങിച്ച് കൊടുത്ത് നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അവിടെ നിന്ന് നമ്മൾ ആരോഗ്യമുള്ള മെൻ്റലി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മക്കളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നമുക്ക് അവരെ ഉറക്കി ഊട്ടി അവരെ വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറഞ്ഞതിന് അയ്യോ ഇവളിതാ സഹതാപം അങ്ങ് തരംഗമായിട്ട് വിടുകയാണ്, ഇവളിത് ലോക്കൽ ചാനൽ, ഇവള് ലോക്കലാണ് എന്ന്. നമുക്ക് നമ്മളെ ജീവിത സാഹചര്യമല്ലേ പറയാൻ പറ്റൂ? നമുക്ക് നമ്മളെ ജീവിത സാഹചര്യമാണ് പറയാൻ പറ്റുന്നത്, അത് ലോക്കലാണ്. 100 രൂപയ്ക്ക് ഞാൻ ജീവിച്ച ചരിത്രമുണ്ട്. 100 രൂപ എന്തിനു, 1 രൂപ വെച്ചിട്ട് ഞാൻ ജീവിച്ച ചരിത്രമുണ്ട്. 1 രൂപ, ഒറ്റ 1 രൂപ വെച്ചിട്ട്. ഇപ്പൊ പറയും 1 രൂപ വെച്ച് എപ്പ ജീവിച്ചേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. എടേ അങ്ങനെ ജീവിച്ചിട്ടുണ്ടേ, ജീവിച്ചിട്ടുള്ളവർക്കല്ലേടെ അത് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇപ്പൊ ഈ ആന പാപ്പാന്
ആനപ്പാപ്പാന്റെ മോൻ വന്നിട്ട് പറയാണ്, അയ്യോ എൻ്റെ അച്ഛൻ ആനപ്പാപ്പാനാണ്. ആനപ്പാപ്പാനായിരുന്നത് അവന്റെ അച്ഛനാണ്. ഇവന്റെ മൂലത്തിൽ തഴമ്പ് വേണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം? ആ ആനേനെ മെരുക്കി ആനേനെ പോറ്റിയേ പറ്റൂ, ആനയുടെ പുറത്ത് കയറി ഇരുന്നേ പറ്റൂ. ഇവന്റെ കുണ്ടിക്ക് തഴമ്പ് വരണമെങ്കിൽ. അല്ലാതെ അയ്യോ എൻ്റെ അച്ഛൻ ആനപ്പാപ്പാനാണ് അതുകൊണ്ട് എൻ്റെ കുണ്ടിക്ക് തഴമ്പുണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? അല്ല, അധ്വാനിക്കണം. അധ്വാനിച്ച് കുടുംബത്തെ പോറ്റുന്നു എന്ന് പറയുന്നത് അഭിമാനമാണ്. ഇപ്പോഴെന്നല്ല, എപ്പോഴും ഞാൻ പറയും, എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും അടക്കം 8 പേരടങ്ങുന്ന കുടുംബത്തിനെ ഞാൻ പോറ്റി വെറും ഒരു പെണ്ണായിരുന്നു കൊണ്ട്, വെറും ഒരു തയ്യൽ ജോലി ചെയ്തുകൊണ്ട്, 8 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിനെ ഞാൻ പോറ്റി. അത് എനിക്ക് അഭിമാനമാണ്. എനിക്കത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും.